എന്തൊക്കെയാണ് ഡബ്ബിംഗ് വിശേഷങ്ങൾ? ഏതുവിധ ശബ്ദങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കപ്പെടും. കറക്റ്റ്. ചെയ്തിട്ടുള്ള ശബ്ദങ്ങൾ ഏതൊക്കെയായിരുന്നു? ഞാൻ സിനിമകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ക്യാരക്ടർ സിനിമയിൽ ഡബ് ചെയ്യാൻ കിട്ടുന്നത് കല്യാണരാമനിലെ ബോബൻ ആലമുടനാണ്. ബോബൻ ആലമുടൻ, കല്യാണരാമൻ. ബോബൻ ആലമുടൻ. അപ്പോൾ ബോബൻ ആലമുടന് കിട്ടി. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ എൻ്റേതല്ലാത്ത ശബ്ദങ്ങളിലായിരുന്നു കൂടുതലും സിനിമകളിൽ ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ പോക്കിരി രാജയിലെ അപ്പൂപ്പൻ്റെ സൗണ്ട്, ഇതൊക്കെ ഞാനന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അന്നൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട്. അമ്മയില്ലാത്ത കുട്ടിയെ അവളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ എടുക്കുമ്പോൾ എനിക്ക് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് ആളുടെ കുറച്ചും കൂടി മിമിക്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഏതൊക്കെ ശബ്ദം അനുകരിച്ചു? മിമിക്രിയിൽ ലാലുലസ്, മമ്മൂട്ടി, ജനാർദ്ദനൻ. പണ്ട് ഈ കാസർഗോഡ് ഒരു സ്ഥലത്ത് ഒരു ബീച്ചിൻ്റെ സൈഡിലായിരുന്നു മിമിക്രി പ്രോഗ്രാം. ഈ മിമിക്രി പ്രോഗ്രാം വെച്ചപ്പോൾ അന്ന് ഭയങ്കര മമ്മൂട്ടിയുടെ ആരാധകരാണ് ആ സൈഡിൽ. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു വലിയ പെട്ടി നങ്കുണങ്ങിയത് കൊണ്ടുതന്നു. നങ്കുണങ്ങിയത് അതുകൊണ്ട് ഒരു വർഷം കൊടുത്തത് മൊത്തം വറുത്ത് തിന്നാനായിട്ട് വിട്ടു. മമ്മൂട്ടിയുടെ ശബ്ദം അനുസരിച്ച് ആൾക്കാർ നിന്ന് കയ്യടിയുടെ ഒപ്പം അവരുടെ സ്നേഹം അവർ കാണുന്നത്. നിങ്ങളിവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് നേരെ വലിയ പെട്ടിയിൽ നങ്കുണങ്ങിയത്. ഞാൻ ഇന്ന് ഓർക്കാതെ ഏത് ബീച്ചാന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ ആൾക്കാരിനെ ഓർക്കാറുണ്ട്. MS ഏട്ടനെ എപ്പോഴും കാണാറുണ്ട്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്. എന്നാലും MS ഏട്ടൻ്റെ സൗണ്ട് ഞാൻ എടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ചോട്ടാനിക്കര അമ്പലത്തിൽ വെച്ച് കണ്ടു പറഞ്ഞു. അപ്പം അന്ന് വെളുപ്പിന് അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ FM പരസ്യം വരും. അരി നിറകതിരാണോ എങ്കിൽ നിറച്ചുണ്ടാം എന്ന് പറഞ്ഞിട്ട് പരസ്യമുണ്ട്. അപ്പം ഇത് MS ഏട്ടനും കേൾക്കണ്ടാവും ചിലപ്പോൾ വീട്ടിലിരുന്ന്. ഇതാരത് എന്നൊക്കെ പുള്ളിയും ചോദിക്കണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, MS ഏട്ടൻ്റെ ശബ്ദത്തിൽ മറ്റേ നിറകതിര അരിയുടെ പരസ്യം പറഞ്ഞ് ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാനോടത്ത് പുള്ളി ചൂടാവുന്നത്, അത് ശരി, മര്യാദയ്ക്ക് ഒരു അരി എൻ്റെ വീട്ടിൽ കമ്മീഷനായിട്ട് കൊണ്ടുവന്ന് തന്നേക്കണം. ആഹാ, വെളുപ്പാൻ കാലത്ത് എൻ്റെ ഒച്ചയുണ്ടാക്കണം നീയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയായിട്ട്. ഹിറ്റാക്കിയത് കട്ടപ്പ. കട്ടപ്പയാണ് ഹിറ്റ്. കട്ടപ്പയ്ക്ക് ഡബ് ചെയ്ത് വളരെ രസകരമായി. കട്ടപ്പ തീർച്ചയായിട്ടും. കട്ടപ്പ ബാഹുബലി 1-ലും ബാഹുബലി 2-ലും ഒക്കെ ഞാൻ തന്നെ എടുത്തു ഡബ് ചെയ്തു. ആ ശബ്ദം എല്ലാവരും ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുക, അത് കേൾക്കണം. അതെ. കട്ടപ്പ ഡബ് ചെയ്തു. പിന്നെ മാത്രമല്ല ബാഹുബലി 2 ഒക്കെ ഡബ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു വേറൊരു സിനിമ ഡബ് ചെയ്യാനായിട്ട് ഹൈദരാബാദ് പോയപ്പോൾ ഞാൻ ഇതുമായിട്ട് സംസാരിച്ചു, സത്യരാജ് സാറായിട്ട് സംസാരിച്ചിരുന്നു. അതും എനിക്ക് ഭയങ്കര വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്നോ നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ പോകാനായിട്ട് പറ്റിയിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ പുള്ളിനെ ഒന്ന് അടുത്ത് കണ്ട് സംസാരിക്കും. കാരണം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഡബ് ചെയ്യുന്നൊക്കെ പുള്ളിക്ക് അറിയുകയും ചെയ്യും. എങ്കിലും മലയാളത്തിലെ കട്ടപ്പയൊന്ന് ശബ്ദം. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവഗാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. ഇതായിരുന്നു അതിലത്തെ ഒരു ഹൈലൈറ്റ്. അടിപൊളിയാട്ടോ. ഇപ്പോഴും ആ വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ. നിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം, കാരണം ഞങ്ങളുടെ ഒരു മ്യൂസിക്കാരനാണല്ലോ. അതാരാ ഡബ് ചെയ്തത്? അത് അവരുടെ ഓൺ വോയിസ് തന്നെ ആയിരുന്നു കൊടുത്തെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഏത് ഹിറ്റ് പരസ്യങ്ങളാണ് ചെയ്തേക്കുന്നത്? ഹിറ്റ് പരസ്യങ്ങൾ എന്താ പറയാ, ഒരുപാടുണ്ട്. ക്യൂട്ടിക്കുറ, അതുപോലെ തന്നെ ധാത്രി. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല ആളുകൾക്ക്. ഇങ്ങനെ പറയില്ല, അത് ഏറ്റവും അല്ല, ഏറ്റവും രസം പറയും. നമ്മളിപ്പോൾ ആളുകൾ ഫോണിലേക്ക് വിളിക്കുള്ളൂ. നമ്മളിപ്പോൾ സാർ ഒരു കൺഫർമേഷൻ്റെ ഭാഗമായി വോഡഫോണിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, സാറിന് നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സാർ. അപ്പോൾ ഇവരൊരു താളത്തിലായിരിക്കുമല്ലോ പഠിച്ചു വെച്ചാൽ താളം. സാർ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സാർ. സാറിനെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല മാഡം, ഒരു കുഴപ്പമില്ല സാർ. എന്നാലും ഒന്ന് ഓർത്ത് നോക്ക് സാർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ സാർ. സാർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് വിളിച്ചതാണ് സാർ. സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, സാർ അഡ്രസ്സൊക്കെ ഒന്ന് പറയാമോ സാർ? അപ്പോൾ അതുവരെ ഞാൻ വളരെ പാവമായിട്ടും നിൽക്കും. അപ്പോൾ ഇത് ഞാൻ അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് വേണമല്ലോ. ആണ് പ്രവീൺ കുമാർ VP, വടാപുരത്ത് ഹൗസ്, തലക്കോട് PO, മുളന്തുരുത്തി 682314 9447094994 സാർ. അപ്പോൾ അപ്പുറത്തുനിന്ന് കുറച്ച് നേരം സൈലൻസ് ആവും. എന്താ സാർ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു കണ്ടന്റ് പറയുകയാണെങ്കിൽ അത് പ്രവീൺ സാധാരണ രീതിയിലും പറയും, അതിനെ ചിലപ്പോൾ ഒരു പരസ്യ രീതിയിലും പറയാൻ പ്രവീണ് സാധിക്കും. എങ്ങനെയായിരിക്കും? അങ്ങനെ അത് വേറൊന്നുമില്ല. ഇപ്പം സോഡ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവച്ചു. ഇപ്പം ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ സോഡ നാരങ്ങൾ എടുക്കട്ടെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ അത് സാധാരണ കട ചെന്നപ്പോൾ അല്ലെങ്കിൽ വേറെ ഒരിത്തിരി വലിയൊരു ഉത്സവം പോലെ സോഡ നാരങ്ങളം ട്രെയിനിലാണെങ്കിൽ അല്ല, ഇതൊരു പരസ്യത്തിലും ഞാൻ വെറും പരസ്യമല്ല,
ഇത് ഇപ്പോൾ ഒരു നാഷണൽ ഏജൻസി ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ അവരോട് പറയും സോഡ നാരങ്ങളെ ഞങ്ങൾ പാക്കറ്റിലാക്കിയിട്ട് ഭയങ്കര അമൂലും മറ്റേ ഇതൊക്കെ പോലെ ഞങ്ങൾ വിൽക്കുന്ന ഒരു സംഭവമാണ്, ഇതിപ്പോൾ പുതിയ പാക്കിലാണ്, ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് ഒരു ഏജൻസി ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും എൻസൈംസുകളും അടങ്ങിയ പുതിയ സോഡ നാരങ്ങ വെള്ളം, ഇത് ദാഹത്തിന് പറ്റിയത്.